ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഖഗേന്ദ്രൻ അവസാനമായി വിശ്രവസിൻ്റെ മകൻ കുബേരൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ് അവസാനിച്ചപ്പോൾ മുഴുവൻ പറയൂ പറയൂ എന്ന് തൊഴുതുകൊണ്ട് രഘുവരൻ അഭ്യർത്ഥിച്ചപ്പോഴേക്കും ആ പുണ്യ ജീവൻ ദേഹം വെടിഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ശിരസ് ഭൂമിയിൽ ചാഞ്ഞു, കാലുകൾ രണ്ടും നീട്ടി, ശരീരം ഒന്നു പിടച്ചു, ജടായു മണ്ണിൽ മലച്ചു, ചുവന്ന കണ്ണുകൾ നിശ്ചലങ്ങളായി. ഗിരി ശിഖരതുല്യമായ ശരീരം ചേഷ്ടയില്ലാതെ കിടക്കുന്നത് കണ്ട ശ്രീരാമചന്ദ്രൻ അതിദുഃഖത്തോടെ സൗമിത്രിയോട്, അനേകം അസുരന്മാർ വസിക്കുന്ന ഈ ജനസ്ഥാനത്തിൽ വളരെയധികം വർഷങ്ങളോളം സസുഖം വസിച്ച ഈ പക്ഷിശ്രേഷ്ഠൻ ഇവിടെ വെച്ച് മരിച്ചുപോയി. ഇവൻ ജനിച്ചിട്ട് കാലമേറെയായി, വയസ്സ് വളരെയധികം ചെന്നു, ദേഹത്തെ വിട്ടുപോയി. കാലഗതിയെ ഒഴിക്കുവാൻ ആർക്കാണ് കഴിയുക ലക്ഷ്മണ? ഈ ഖഗേശ്വരൻ എനിക്ക് ഒരു ഉപകാരിയായി. സീതാരക്ഷണത്തിന് അടുത്തപ്പോൾ ശക്തനായ രാവണൻ നിഗ്രഹിച്ചു. പ്രപിതാമഹന്മാർ മുതൽ വാണിരുന്ന ഗൃധ്രരാജ്യം വെടിഞ്ഞ് ഇവൻ പോയി. ജീവൻ ഉപേക്ഷിച്ചത് ഈ എനിക്ക് വേണ്ടിയും. അനുജ, ഏതിലും ധർമ്മചാരികളായ ശിഷ്ടന്മാരെ കാണാതിരിക്കുകയില്ല. പക്ഷിവംശത്തിലും ശൂരന്മാരും ശരണാഗത വത്സലന്മാരുമുണ്ട്. ഉണ്ണി, സീതാവിയോഗം കൊണ്ടുണ്ടായ ദുഃഖത്തേക്കാൾ അധികം ജടായുവിൻ്റെ മരണം എൻ്റെ ഹൃദയത്തെ ബാധിക്കുന്നു. ശത്രുഞ്ജയനായ ലക്ഷ്മണ, എനിക്ക് വേണ്ടിയാണ് ഇവൻ കൊല്ലപ്പെട്ടത്. അനശ്വര യശസ്സോടു കൂടിയ പിതാവ് മഹാരാജ ദശരഥൻ എനിക്ക് എത്രമാത്രം പൂജ്യനും മാന്യനുമാണോ അതുപോലെ തന്നെയാണ് ഈ ഖഗേന്ദ്രനും. സൗമിത്രി, വിറകു കൊണ്ടുവരൂ. എനിക്കായി മൃത്യു വരിച്ച ധൃതരാജനെ ചിത കൂട്ടി ഞാൻ തന്നെ സംസ്കരിക്കുന്നുണ്ട്. മഹായജ്ഞങ്ങൾ അനേകം ചെയ്തു വന്നുള്ള ഗതിയും ആഹിതാഗ്നിക്കുള്ള ഗതിയും ഭൂമിദാതാവിനുള്ള ഗതിയും ഈ ഗൃധ്രരാജൻ്റെ ആത്മാവിന് സിദ്ധിക്കട്ടെ. ഹേ പക്ഷീന്ദ്ര, ജടായു, ഞാൻ അനുജ്ഞ തരുന്നു. നീ ഉത്തമോത്തമ ലോകങ്ങളിലേക്ക് പോകൂ. മഹാസത്വനായ നിന്റെ ജഡത്തെ ഞാൻ തന്നെ ഇതാ സംസ്കരിക്കുകയായി. തൻ്റെ ഒരു ഉത്തമ ബന്ധു മരിച്ചതുപോലെ വ്യസനത്തോടെ ഗോദാവരി തീരത്തിൽ എരിയുന്ന ചിതയിൽ ശ്രീരാമസ്വാമി ജടായുവിനെ സംസ്കരിച്ചു. കൂറ്റനായൊരു മാനിൻ്റെ മാംസം ആ പക്ഷിക്ക് വേണ്ടി ദർഭപുൽ വിരിച്ചതിൽ പിണ്ടമാക്കി വെച്ചു. മരിച്ച ഒരാൾക്ക് പിതൃകർമ്മങ്ങൾ മഹാബ്രാഹ്മണന്മാർ വിധിച്ചിട്ടുള്ളതുപോലെ എല്ലാം ചെയ്തു. സംസ്കാരമന്ത്രങ്ങൾ മഹാപ്രഭു ജപിച്ചു. ഗോദാവരിയിൽ ഇറങ്ങി ശ്രീരാമലക്ഷ്മണന്മാർ ഒന്നിച്ച് ഉദകക്രിയ നടത്തി. ശാസ്ത്രങ്ങളിൽ വിധിച്ചതുപോലെ നീരാടി ഉദകദാനം ആവർത്തിച്ചു. ദുഷ്കരവും യശസ്കരവുമായ യുദ്ധം ചെയ്ത് പടക്കളത്തിൽ വീരസ്വർഗം പ്രാപിച്ച ജടായുവിന് മഹർഷീശ്വരന്മാരുടെ സദ്ഗതി കിട്ടത്തക്ക വിധം പിതൃക്രിയകൾ ശ്രീരാമലക്ഷ്മണന്മാർ ചെയ്തു. അമരശ്രേഷ്ഠന്മാരായ മഹാവിഷ്ണുവും ദേവേന്ദ്രനും പോലെ ദശരഥനന്ദനന്മാർ സീതാന്വേഷണത്തിന് വൻകാട്ടിലേക്ക് പ്രവേശിച്ചു. ജടായുവിൻ്റെ ആത്മാവിന് പുണ്യഗതി ഏകത്തക്ക വിധം ക്രിയാദികളെല്ലാം ചെയ്തു. രഘുവീരന്മാർ തെക്കു പടിഞ്ഞാറെ ഭാഗത്തേക്കാണ് പിന്നീട് യാത്ര തുടർന്നത്. വാള്, വില്ല് തുടങ്ങിയവ സജ്ജമാക്കി കരുതി. മനുഷ്യപാദങ്ങൾ അന്നുവരെ സ്പർശിച്ചിട്ടില്ലാത്ത ഉഗ്രവനം മാമരങ്ങളിൽ കെട്ടുപിണഞ്ഞ് ഭയജനകമായിട്ടുള്ള വള്ളികൾ, വ്യാളങ്ങൾ, സിംഹങ്ങൾ തുടങ്ങിയവ. ഇങ്ങനെ ദുർഗമമായ കാട്ടിലേക്ക് മഹാബലശാലികളായ സഹോദരന്മാർ കടന്നു. ജനസ്ഥാനത്തു നിന്ന് 3 വിളിപ്പാട് ദൂരത്താണ് അതിഗഹനമായ ക്രൗഞ്ചാരണ്യം. അത്യുജ്ജല തേജസ്സോടുകൂടിയ കുമാരന്മാർ അവിടെ എത്തി. കാർമേഘ നിര പോലെ കറുത്തിരണ്ട വിപിനത്തിൽ മധോന്മത്തര ശബ്ദിക്കുന്ന പക്ഷി സമൂഹങ്ങൾ, അനേക വിധത്തിലുള്ള ദുഷ്ടമൃഗങ്ങൾ എന്നിവയെല്ലാം പിന്നീട് സീതാന്വേഷണ ലാലസരായ ശ്രീരാമലക്ഷ്മണന്മാർ വീണ്ടും 3 വിളിപ്പാട് കിഴക്കോട്ട് നടന്നു. മാതംഗ മാമുനിയുടെ ആശ്രമഭൂമിയിലെത്തി. സർവത്ര വൻമരങ്ങൾ ഇടതങ്ങി നിൽക്കുന്ന കൊടിയ വനം, ഘോരരൂപങ്ങളും ശബ്ദങ്ങളുമുള്ള പക്ഷി മൃഗാദികൾ. ആ മാതംഗവന മധ്യത്തിൽ പാതാളം പോലെ ആഴമുള്ളതും അന്ധകാരം കട്ടപിടിച്ചതുമായ ഒരു ഗുഹയെ ദശരഥനന്ദനന്മാർ കണ്ടു. അതികൂറ്റത്തിയായൊരു നക്തഞ്ചരി ഇരിക്കുന്നത് കണ്ടു. വികൃതമായ മുഖം, തൂങ്ങിയാടുന്ന ഉദരം, കൂർത്തുമൂർത്ത ദംഷ്ട്രകൾ, ചിന്നിച്ചിതറിയ തലമുടി, അപരിമിത നീളം. ഇങ്ങനെ ഏതൊരാൾക്കും ഭയമുണ്ടാക്കത്തക്ക രൂപത്തിൽ രൗദ്രഭാവത്തിലിരിക്കുന്ന നിശാചരി കുമാരന്മാരെ കണ്ടപ്പോൾ വരൂ വരൂ, നമുക്ക് രമിക്കാം എന്നിങ്ങനെ സസന്തോഷം പറഞ്ഞ് മുമ്പിൽ നടക്കുന്ന ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ച് തുടർന്നു. എൻ്റെ പേര് അയോമുഖി എന്നാണ്. അങ്ങേക്ക് വലിയൊരു ലാഭമുണ്ടായി കഴിഞ്ഞു. അങ്ങ് എൻ്റെ പ്രിയനായി. നാഥ,
ഈ പർവ്വത ശിഖരങ്ങളിലും പുഴകളുടെ മണൽത്തിട്ടകളിലും ഇനിയുള്ള ജീവിതം മുഴുവൻ ഇണപിരിയാതെ നമുക്ക് സ്വച്ഛന്തം രമിക്കാം. അവളുടെ നാട്യവും വാക്കും ലക്ഷ്മണന്റെ കോപത്തെ ആളിക്കത്തിച്ചു. പെട്ടെന്ന് ഉറയിൽ നിന്ന് നിശിത ഖഡ്ഗം ഉയർന്നു. ആ നിശാചരിയുടെ മൂക്ക്, മുല, ചെവി എന്നിവ നിലത്ത് വീണു. അരിമർദ്ദകനായ ലക്ഷ്മണനാൽ വിരൂപയാക്കപ്പെട്ട രാക്ഷസി ഭയങ്കര മുറവിളിയോടെ കുതിച്ചോടി തുടങ്ങി. നിർഭയരായ കുമാരന്മാർ ആ അരണ്യാന്തർഭാഗത്തേക്ക് തന്നെ നടന്നു. അവരുടെ തേജസ് തന്നെ ശത്രുക്കളെ നശിപ്പിക്കുവാൻ പര്യാപ്തമാണ്. സാത്വികനും നിർമ്മലനും സത്സ്വഭാവിയും ഉജ്ജ്വല തേജസ്വിയുമായ ലക്ഷ്മണൻ മാർഗമധ്യത്തിൽ അമേയ തേജസ്വിയായ അഗ്രജനെ തൊഴുതുകൊണ്ട്, പ്രഭോ, എൻ്റെ കൈ തുടിക്കുന്നു, ഹൃദയം ചലിക്കുന്നു, അശുഭങ്ങളായ നിമിത്തങ്ങൾ പലതും കാണുന്നു. അടിയൻ ഉണർത്തുന്നത് ചെവികൊള്ളണേ. എന്തോ ഒരു വൻ ഭയം അടുത്തിരിക്കുന്നു എന്നാണ് ഈ നിമിത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നാം അല്പം തയ്യാറായിരിക്കണം. ഭീകരമായ എന്തിനെയോ നേരിടാൻ അടുത്തിരിക്കുന്നു. വാഞ്ചൂളകം എന്നു പേരായ പക്ഷി ഉച്ചത്തിൽ ശബ്ദിക്കുന്നതിനർത്ഥം പോരിൽ നമുക്ക് വിജയം സിദ്ധിക്കും എന്നാണ്. അമേയ പരാക്രമികളായ അവർ ചാഞ്ചല്യമേതുമില്ലാതെ മുന്നോട്ട് നടന്നു. ആ കാട് ആകെ തകരത്തക്ക വിധം ഒരു ഭയങ്കര ശബ്ദം പെട്ടെന്ന് ഉയർന്നു. മാത്രമല്ല, വനം മുഴുവൻ കൊടുങ്കാറ്റ് ചുറ്റപ്പെട്ടതുപോലെ തോന്നി. ആ അരണ്യാന്തർഭാഗത്തിലും ആകാശത്തിലും മുഴങ്ങുന്ന ശബ്ദം ഉണ്ടാകുന്നത് എവിടെ നിന്ന്? ജിജ്ഞാസയോടെ അവർ ശ്രദ്ധിച്ചു നോക്കി. ഏറ്റവും വലിയൊരു പൊന്തയിൽ കൂറ്റനായൊരു രാക്ഷസൻ നിൽക്കുന്നത് അവർ കണ്ടു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.